ചാണ്ടി ചാണ്ടി മന്മത ചാണ്ടി മന്ദിര ചാണ്ടി പോകരു ചാണ്ടി. എന്റെ കർത്താവേ, ഈ കൊറോണ സമയത്ത് മാസ്ക് പോലും വെക്കാതെ കണ്ണി കണ്ട ബാറിലും ഷാപ്പിലൊക്കെ കേറി നിറങ്ങിയിട്ട് വന്നിരിക്കുക ഈ വൃത്തികെട്ട മനുഷ്യൻ. എന്തിനാ മനുഷ്യ നിങ്ങളുടെ മാസ്ക് സാനിറ്റൈസറും? മാസ്ക് ഒന്നാം തരം തുടങ്ങിയപ്പോ വാങ്ങിച്ചെന്നത് അവളൊരു മാസ്ക്. ഇപ്പൊ അത് കൊതുകുപോലെ പോലായി. എത്ര ശല വണ്ട് വരെ അടിച്ച് മൂക്കി കയറാൻ തുടങ്ങി അവളൊരു മാസ്ക്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്ന സാനിറ്റൈസറോ അതെവിടെ കൊണ്ട് കളഞ്ഞു മനുഷ്യ? തൊണ്ട വരെ ആൽക്കഹോൾ നിറഞ്ഞിരിക്കുക. ഞാൻ എന്റെ വിയർപ്പ് വരെ കുപ്പിയിലാക്കി സാനിറ്റൈസർ ആണെന്ന് പറഞ്ഞ് വിൽക്കാം. എന്റെ മനുഷ്യ, മദ്യത്തിൽ 40% ആൽക്കഹോളേ ഉള്ളൂ. കൊറോണ ചാവണമെങ്കിൽ 70% ആൽക്കഹോളെങ്കിലും വേണം. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വാങ്ങുന്ന ആൽക്കഹോളിന്റെ 100% ഞാൻ തന്നെ കുടിച്ചു തീർക്കുന്നത്. അതിനൊരു തുള്ളി പോലും ഞാൻ ഒറ്റ ഒരുത്തനും കൊടുക്കത്തില്ല. ഓ, ഈ മണ്ടനൊക്കെ തലയിലെടുത്ത് വെച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. അയ്യോ, ഇവളെന്നെ കൊന്നു. നാട്ടുകാരെ ഓടി വരണേ, അല്ലെങ്കിൽ ഇവളെന്നെ കൊന്നു തിന്നു. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ. കൊടത്തിനടിച്ചേ. നാട്ടുകാരെ ഓടി വരണേ, ഇവളെന്നെ കൊടത്തിനടിച്ചേ. അയ്യോ. ഓ, എന്റെ മനുഷ്യ, ഒന്ന് നിർത്ത് നിങ്ങളുടെ ഈ നിലവിളി. എടി, കെട്ടി ഭർത്താവിനെ അടിക്കുന്നത് അത്ര വലിയ പെണ്ണത്തൊന്നും അല്ല. ഇനി എന്റെ നേരെ നീ കൈവക്കിയാൽ പൊക്കിയാൽ സത്യമായിട്ട് ഞാൻ എന്റെ പെങ്ങന്മാരടുത്ത് പോയി പറയും. പിന്നെ നിങ്ങളുടെ പെങ്ങന്മാര് വന്നെങ്കിൽ എന്നെ പിടിച്ച് മൂക്കി കയറ്റും. ഒന്ന് പോ മനുഷ്യ. എനിക്കിനി വയ്യ. എനിക്കിനി ഇവളോട് ജീവിക്കാൻ വയ്യ. എന്റെ ദൈവമേ, എന്നെ ഒന്ന് മേലോട്ട് എടുക്കണേ. അയ്യോ. അന്നേരത്ത് ഇതൊരു പേടകം വിട്ട് എന്നെ വല്ല യുറാനസിലോ നെപ്റ്റ്യൂണിലോ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിക്കൂടെ ഇവളുടെ അടുത്തുനിന്നൊക്കെ? ഇതെന്തോന്നല്ലേ, ഇംഗ്ലീഷ് വാർത്തയുടെ ഷൂട്ടിങ്ങാ? ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഇറങ്ങി നടക്കണല്ലോ. ഹലോ ഹലോ സാർ, ആരുടെ പടമാ? കിമാറോ. ഓ, കാമറൂന്റെ പടമാണോ? അപ്പൊ അവതാർ 2 ആയിരിക്കും. ചേട്ടാ, ഇവനിന് ശരിക്കും വല്ല അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണോ? വീട് എവിടാ? യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ? പ്ലൂട്ടോ മുക്കിനു? ചേട്ടാ, ഇവൻ പറയുന്നൊന്നും തിരിയുന്നില്ലല്ലോ. ആ, PK യിൽ അമീർ ഖാൻ അടിച്ചൊരു ഹിമാലയൻ നമ്പറുണ്ട്. അതൊന്ന് കീച്ചു നോക്കാം. ഒത്താലൊത്ത്. ആ കൈങ്ങ് തന്നെ. ചേട്ടാ, ചാണ്ടി ചേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പിടി. എടാ വധൂരി, നീ ഏതാണ്? എവിടുന്നാണ്? എന്റെ പൊണ്ണ് ചാണ്ടി ചേട്ടാ, ഞാനങ്ങ് സ്വന്തർണിക്ക ഗ്രഹത്തിന്ന്. നീ എങ്ങനെയാണ് ഇവിടെത്തിയത്? എന്റെ ഗ്രഹത്തില് ഏലിയസ് ഏലിയനായിട്ട് ചെറിയൊരു പ്രശ്നം. ഗാനമേളയുടെ ഇടയ്ക്ക് ഒരടി നടന്ന് അവനിപ്പോ ഐസിയൂല. വക്കീലാ പറഞ്ഞ കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാൻ. എന്റെ പൊന്നടാവേ, ഞങ്ങളൊക്കെ ഇങ്ങനത്തെ വിഷയം വന്ന കുഞ്ഞമ്മയുടെ വീട്ടിലോ മാവന്റെ വീട്ടിലേക്കാ പോയി നിൽക്കുന്നത്. നീ പേടകം എടുത്ത് ഇവിടെ വരണമെങ്കിൽ നീ എന്നെ പേടുത്തൂറിനാടാ. അല്ല, ഇവിടെ ആകുമ്പോഴേ ഏത് വലിയ കേസിന്നും ഈസി ആയിട്ട് ഊരാൻ പഠിക്കാമല്ലോ. അത് പൊളിച്ച്. അപ്പൊ ഇവിടുത്തെ സത്യപ്പല്ല അങ്ങ് അന്യഗ്രഹത്തിൽ വരെ ഫേമസ് അല്ലേ? പിന്നെ അല്ലേ? അല്ല, ഇതാരാ ചാണ്ടി ഈ PP കിറ്റൊക്കെ ഇട്ട്? ആരോഗ്യപ്രവർത്തകർ വല്ലതും ആണോ? ഇയാള് വലിയ ജോത്സ്യനല്ലേ? ഇതാരാന്ന് ലക്ഷണം നോക്കി കണ്ടുപിടിക്കും. ആ മുഖസ്ത്രീ കണ്ടാ അറിയാം. ചാണ്ടിയുടെ അളിയനല്ലേ, ഭാര്യയുടെ ആങ്ങള. ഓ, ഭയങ്കരം തന്നെ. ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചു കളഞ്ഞല്ലോ. ഓ, ഇതൊക്കെ എന്ത്? ആട്ടെ, ചാണ്ടിയുടെ അളിയന്റെ പേരെന്താ? പൂച്ചാണ്ടി. അയ്യോ, അതൊന്നുമല്ല എന്റെ പേര്. എന്റെ പേര് പ്ലിൻ പ്ലിൻ. എടാ, അതിലും നല്ല പൂച്ചാണ്ടിയല്ലേ? വിളിക്കാനും എളുപ്പമുണ്ട്. അല്ല ജോത്സരെ, ഇവന്റെ സമയം ഒന്ന് നോക്കി ഭാവി എന്ന് പറഞ്ഞേ. ആ കൈയൊന്ന് നീട്ടു. ദോഷ സമയാണ്. ഒരുപാട് അറിഞ്ഞൂലേ? അത് കറക്റ്റാ.
ഗൾഫിൽ പോയിട്ടും പച്ച പിടിച്ചില്ല അല്ലേ? ഗൾഫിലാ ഞാനാ? അതിന്റെ ഇടയ്ക്ക് ഗൾഫിലെ ഇറങ്ങിയാളിയാ. പേടിക്കണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഒരു പൂജ നടത്തണം, 25,000 രൂപ ചെലവ് വരും. ഒരു പൂജ നടത്തി 25,000 രൂപ. ഒരു കല്ലെടുത്ത് എറിയാ പുലി ഓടി തള്ളും. പൂജയിലൂടെ ഏബിയാ, പൂജ നടത്തണമെന്ന്. അത് സ്വന്തം ഗ്രഹത്തിൽ വെച്ച് തന്നെ നടത്തണം. നാമം ഒന്ന് നടത്തി തരാം. എവിടെയാ വീട്? വീടിന്റെ അഡ്രസ് ഒക്കെ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ജോത്സ്യനാ തെറ്റിപ്പോയി. ജോത്സ്യൻ ഇപ്പൊ ചെല്ലേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഔ, ഒരു തച്ചൊത്തു. അപ്പുറത്തെ ജംഗ്ഷൻ വരെ പോവാൻ 30 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വകയില്ലാത്തവൻ അവൻ. അവനാ അന്യഗ്രഹത്തിൽ പൂജ ഉണ്ടാക്കാൻ പോണത്. ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ നിനക്ക് ഏകദേശം പിടി കിട്ടിയല്ല. മിസ്റ്റർ ചാണ്ടി, നിങ്ങളെ കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ. എന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ ഏറലുണ്ട്. അതിൽ ഏത് പരാതിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഹേ മിസ്റ്റർ, നിങ്ങൾ മദ്യപിച്ചിട്ട് ഭാര്യയെ മർദ്ദിക്കാറുണ്ടോ? ഉണ്ട് മാഡം, ഇങ്ങനെ മർദ്ദിക്കാറുണ്ട്. കള്ളു കുടിച്ചു വന്ന് ഇവിടെ ഛർദ്ദിക്കാറുണ്ട്. അപ്പൊ ഇവളാണ് പരാതിക്കാരി. ഇവക്ക് എന്നോട് കുടിപ്പകയാണ് മാഡം. കുടിപ്പകയോ? വാട്ട് യു മീൻ? ഞാൻ കുടിച്ചിട്ട് വരുമ്പോ അവക്ക് എന്നോട് വല്ലാത്തൊരു പക. മാഡത്തിന് അറിയാവോ, കഴിഞ്ഞ 12 വർഷമായി ഇവളുടെ കുടം വെച്ചുള്ള അടി ഞാൻ സഹിക്കുക. ഇതുവരെ ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ പരാതിപ്പെടും. 12 വർഷമായി കുടം വെച്ച് അടി മേടിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ പരാതിപ്പെട്ടില്ല? ഇന്നലെ വരെ അവള് പ്ലാസ്റ്റിക് കുടത്തിന് അടിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്നൊരു ചെമ്പ് കുടം വാങ്ങിച്ചു. മിസ്റ്റർ ചാണ്ടി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വേണ്ട വിധം നോക്കുന്നില്ലെന്ന് ഇവർ പരാതിയിൽ പറയുന്നുണ്ടല്ലോ. ആ അതെ മാഡം, ലോക്ക്ഡൌൺ സമയത്ത് പോലും ഇങ്ങനെ വീട്ടിൽ ഇരിക്കത്തില്ല. എടോ, ലോക്ക്ഡൌൺ സമയത്ത് സർക്കാർ കടകൾ അടച്ചു, ബാറുകൾ അടച്ചു, ബിവറേജ് അടച്ചു. പിന്നെ തനിക്ക് എന്താ വീട്ടിലിരുന്നാല്? കടയും ബിവറേജ് കടകൾ സർക്കാരിനെ കൊണ്ട് പറ്റും. പക്ഷെ അവളുടെ വായ അടയ്ക്കാൻ സർക്കാരിനെ കൊണ്ട് പറ്റില്ലല്ലോ. മിസ്റ്റർ, നിങ്ങൾ വീട്ടിൽ ചെലവിന് കൊടുക്കാറില്ലെന്ന് പറയുന്നത് സത്യമാണോ? ചെലവിന് കൊടുക്കാറില്ലെന്നോ? എത്ര കൊടുത്താലും അവക്ക് തികയത്തില്ലെന്ന് പറ. അതെന്താണോ, ഞങ്ങൾ കണ്ടമാനം ചെലവാക്കുന്നവരാണെന്നാണോ താൻ പറയുന്നത്? സംശയം എന്താ? ഞാൻ തെളിയിക്കാം. ഉദാഹരണത്തിന് മിസ്സിന്റെ മത്സരത്തിൽ ഒരു ലേഡിയെ പങ്കെടുപ്പിക്കണമെങ്കിൽ കുറഞ്ഞത് എത്ര ലക്ഷം രൂപ ചെലവാവും? ഈ മേക്കപ്പിനും കോസ്റ്റ്യൂമിനും കൂടെ. പക്ഷെ ഞങ്ങൾ ആണുങ്ങള് മിസ്റ്ററിന്റെ മത്സരത്തിൽ പങ്കെടുക്കാനായി വെറും 110 രൂപ ചെലവേ ഉള്ളൂ. 100 രൂപയുടെ ഒരു ജട്ടിയും 10 രൂപയുടെ എണ്ണയും. ഹോ, ഇതൊരു വള്ളി കേസാ. ഇടപെട്ട നമ്മൾ നാറും. കൾച്ചറലെസ് ഫിലോസ്. യെസ് മാഡം, എന്നാ പിന്നെ നമുക്കങ്ങ് വലിയ. അയ്യോ മാഡം, പോവാണോ? എന്റെ കൈ ഇവള് തല്ലിയടിച്ച കേസും കൂടെ കേട്ടിട്ട് പോകും. ഈ പോക്ക് പോവാണെങ്കിൽ 5-6 കുടം കൂടി മേടിക്കേണ്ടി വരും. അങ്ങന്ന് നോക്കി നിൽക്കാതെ തൊഴളിയാ. ആരാണ് ഇദ്ദേഹം? ചേട്ടനെ പഠിപ്പിച്ച സാറാണോ? അയ്യോ, ഇതേ ഞങ്ങളുടെ കൺകണ്ട ദൈവമാ. ഏത് വർത്തിക്കാലത്തും നമുക്ക് കുടിവെള്ളം എത്തിച്ചേരുന്ന മഹാനാണ് ഇദ്ദേഹം. ഓ, അപ്പൊ ഇദ്ദേഹം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനാണല്ലേ? അല്ല, ഞാൻ ചാരായം വാറ്റുകാരൻ ചങ്കുണ്ണി. ആശാനപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി. ജയിലിലായിരുന്നാ? അല്ലെങ്കിലും ദൈവങ്ങളുടെ ജീവിതം ഇങ്ങനെയാ. കാടാറ് മാസം നാടാറ് മാസം, 6 മാസം അകത്തും 6 മാസം പുറത്തും. ഈ വാച്ചുണ്ടാക്കുമ്പോ ബാറ്ററി ഇടുന്ന് കേട്ടിട്ടുണ്ട്. എന്തിനാ ആശാനെ? അടിക്കുന്നവന് ചാർജ് ആകാൻ. അവന്റെ കണ്ണിലെ ലൈറ്റും കത്തണം, ചെവിയിൽ പാട്ടും കേൾക്കണം. അതിനാണ് ബാറ്ററി ഇടുന്നത്. ആശാനെന്റെ ചേച്ചിയായിട്ട് രണ്ടുപേരും കൂടി അവിടെ പോവാ. മോളുടെ കല്യാണാണ് അടുത്ത ആഴ്ച. ഞങ്ങൾ ക്ഷണിക്കാൻ വന്നതാ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും കല്യാണം. അപ്പൊ കല്യാണത്തലേന്ന് വാട്ടീസ് ഒന്നുമില്ലേ? കല്യാണത്തലേന്ന് ഞാനൊരു മെഗാ തിരുവാതിര വെച്ചിട്ടുണ്ട്. വാട്ടീസ് അടിക്കുന്നവർക്ക് വാട്ടീസ് അടിക്കാം, തിരുവാതിര കളിക്കുന്നവർക്ക് തിരുവാതിരയും കളിക്കാം. അങ്ങനെയാണെങ്കിൽ തിരുവാതിരക്ക് ഞാനൊരു പാട്ട് പാടും. ലോകത്തിൽ ഏറ്റവും വലിയ മനുഷ്യൻ ശങ്കുണ്ണിച്ചേട്ടൻ, ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ശങ്കുണ്ണിച്ചേട്ടൻ. ടിങ് ടിങ് ടിങ്, ടിങ് ടിങ് ടിങ്, ടിങ് 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 ടിങ്. എന്ത് വേണേലും ആയിക്കോ, കല്യാണത്തിന് വരുമ്പോ കാലിക്കവറുമായിട്ട് വരരുത്. ഹലോ, എന്റെ പൊന്നു മോനെ മാമനെ വിട്ടേര്. എനിക്ക് വേറെ പണിയുണ്ട്. ആരെ വിളിച്ചേ? കിഴക്കേല ബിജുവിന്റെ മോനാ. ഇംഗ്ലീഷ് മീഡിയമാ ആ പേട്ട് ചേർക്കാൻ. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറയുവാ, മാമ വീട്ടിലോട്ട് വാ, ഹണീബി ഉണ്ടെന്ന്. ഞാനൊരു കവർ പക്കാവടയൊക്കെ ആയിട്ട് ചെന്നപ്പോഴാ അറിഞ്ഞത് തേനീച്ച കൂട് കത്തിക്കാൻ വിളിച്ചതാണെന്ന്. അപ്പൊ ശരി, പോയിട്ട് കുറെ തേനീച്ച കൂട് കത്തിക്കാനുണ്ട്. എന്താ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നേ?
നീക്കം, സാമൂഹിക അകലം, ജനിതക മാറ്റമുണ്ട്. ഒരു കാര്യം മറന്നോ, സാനിറ്റൈസർ. ചാണ്ടിയല്ലോ അളിയൻ എന്തിനാ ഇവരെയൊക്കെ പേടിക്കുന്നേ? അളിയൻ വാക്സിൻ എടുത്തതല്ലേ? ഒന്നല്ല 2 ഡോസിനെ എടുത്തു. വാക്സിൻ എടുത്ത് അന്ന് തന്നെ പോയി വെള്ളം അടിച്ചാണല്ലോടാ നീ. വാക്സിൻ എടുത്തില്ലെങ്കിൽ ഞാൻ അടിക്കും. അതിരിക്കട്ടെ, ഇപ്പൊ എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? പ്രതിരോധ ശേഷി ഇല്ലാത്ത ഒരുത്തിന് ഇവിടെ കിടന്ന് കറങ്ങുന്നത് കണ്ടു. എന്നാ പിന്നെ അവന്റെ കൂടെ കൂടിയേക്കാന്ന് കരുതി. പ്രതിരോധ ശേഷി ഇല്ലാത്തവനോ? അതാര്? ദേ ഇവൻ തന്നെ. ഗൈസ് ഇവൻ അറ്റാക്ക് ചെയ്യേ. അയ്യോ ചാണ്ടിയളിയാ, ഞാനിനി എന്ത് ചെയ്യും അളിയാ? ഒരു കാര്യം ചെയ്, അളിയൻ പോകുമ്പോ അളിയന്റെ പേടകത്തിലിട്ട് ഇവറ്റകളെ കൂടെ അങ്ങ് കൊണ്ടുപോകും. ഞങ്ങൾ അതിലൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ചാണ്ടിയളി